അപ്പോൾ ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്തത് കണ്ടല്ലോ, നമുക്കിന്ന് കല്യാണത്തിന് പോയാലോ? അപ്പോൾ തലേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പച്ചിയുടെ മോൻ്റെ കല്യാണമാണ് ആദ്യം. കാക്കാഴത്താണ് കേട്ടോ വീട്. അപ്പോൾ ഉമ്മയുടെ അടുത്ത് അനീനാനെ ആക്കിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ രാവിലെയൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നല്ല മഴയൊക്കെ ആയിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇക്കാനെ കാത്തിരുന്നത് കൊണ്ട് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ നേരെ മൈലാഞ്ചി ഇടുന്ന, അതായത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. തലേ ദിവസം ഡ്രസ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പെണ്ണുങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോൾ. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പെണ്ണിനെയൊക്കെ കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, മൈലാഞ്ചിയൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഫുഡ്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അപ്പിയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളുടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അപ്പച്ചിക്ക് 4 മക്കളാണ് കേട്ടോ. 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. ലാസ്റ്റത്തെ ആളാണ് കേട്ടോ ഇതും. ഇയാളും കൂടെ കല്യാണം കഴിഞ്ഞു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വേറെ ഉള്ളൊരു അപ്പച്ചിക്ക് 2 പെൺമക്കളായിരുന്നു. അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അപ്പച്ചിമാരുടെയൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കല്യാണം കഴിക്കാൻ പോകുന്നത് മൂത്താപ്പാടെ മോനും പിന്നെ കൊച്ചാപ്പാടെ മോനും ഒക്കെയാണ് കേട്ടോ. എല്ലാ ആമ്പിള്ളേരുടെ കല്യാണമാണ് കേട്ടോ നമുക്കിനി വെയിറ്റിങ്ങിലുള്ളത്. ചിലുവും ഈ കൊച്ചുകുട്ടിയുണ്ടല്ലോ കട്ടക്കായിരുന്നു കേട്ടോ. മാറി മാറി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. ഇവൻ ഭയങ്കര കലാകാരനാണ് കേട്ടോ, ഭയങ്കര കവിത എഴുത്തൊക്കെയാണ്. അപ്പോൾ അവൻ എഴുതിയ പാട്ടാണ് ഈ ഒരു പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, ഉപ്പുമാവിൻ ചോട്ടിൽ ഒരു നീല വാങ്ങാണ്ടി. അതിപ്പോൾ പാടുന്ന കേൾപ്പിച്ചു തരാവേ. ഒരു നീല വാങ്ങാണ്ടി. ഇവൻ എഴുതിയ പാട്ടുകളൊക്കെ കുടുംബത്ത് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ കൂടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി കൊച്ചാപ്പാൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ തലേന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെ. എല്ലാവരും കൂടെ പാട്ടും മേളമൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പിരിഞ്ഞു കേട്ടോ. ഇനി രാവിലെ കല്യാണത്തിന് വരണം. രാവിലെ വന്ന് പൊറോട്ട ഇറച്ചിയും കഴിക്കണം കേട്ടോ. ഏകദേശം എല്ലാവരും തന്നെ കസിൻസൊക്കെ ഈ കല്യാണത്തിനുണ്ടായിരുന്നു. ഫസിൽ മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ, കൊച്ചപ്പടം മോന്. പിന്നെ ഇതാണ് കേട്ടോ അപ്പച്ചിയുടെ 2 പെൺമക്കൾ. കല്യാണം കഴിഞ്ഞ് ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ, അവർ 2 പേരുമാണ് ഇത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.